എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ്cherrypicks. ഇന്നൊരു കിച്ചൺ ഹോൾ വീഡിയോ ആണ്. കിച്ചണിലേക്ക് കുറച്ച് കുക്ക്വെയർസും പ്രോഡക്ട്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ പോയി വന്ന സമയത്ത് നമ്മൾ ഐക്കയിലൊന്ന് പോയപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും പിന്നെ ഫുഡും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കാണിക്കാം. നമ്മളങ്ങനെ ചാനൽ തുടങ്ങിയതിന് ശേഷം അതിന് വേണ്ടിയിട്ടായിട്ട് കുക്ക്വെയർസ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതൊക്കെ വെച്ചിട്ടാണ് ഇത്രയും നാൾ ഷൂട്ട് ചെയ്തത്. നമ്മുടെ 100K പ്ലേ ബട്ടനും ഒക്കെ കിട്ടിയപ്പോഴാണ് കുറച്ചൊരു പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് വാങ്ങിക്കണം തോന്നിയത്. ഒരുപാടൊന്നും ഇല്ല, വളരെ കുറച്ച്. അപ്പോൾ ആമസോണിൽ നിന്നും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാന്നൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളെല്ലാ വീഡിയോസിലും പറയുന്ന പോലെ രാത്രിയിലാണ് ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. സംസാരിച്ചിരുന്നിട്ട് താഴെ കൂടെ പോകേണ്ടതിന് വരെ നമ്മൾ അറിയാതെ ഫ്ലൈ ഓവറിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സാരമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരാം. ഈ ഒരു റോഡിലായിരുന്നു നമ്മുടെ പഴയ ലൈഫ് മൊത്തം ഇരുന്നത്. നമ്മുടെ ഓഫീസ് ഇവിടെയായിരുന്നു, ലെഫ്റ്റ് സൈഡിൽ, കറക്റ്റ് ഐക്കയുടെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലായിരുന്നു എൻ്റെ ഓഫീസ്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതേ റോഡിൻ്റെ തന്നെ അതാ മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന സത്വ എന്ന് എഴുതിയിരിക്കുന്ന സലാർപുര സത്വ ബിൽഡിങ്ങിലായിരുന്നു അരുൺ ചേട്ടൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അഞ്ചേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ഓഫീസിൽ വന്ന് എന്നെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വീട്ടിലോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അന്നത്തെ ഒരു റുട്ടീന്. അതുപോലെ തന്നെ വീക്കെൻഡ് ആകുമ്പോൾ ഇതേ റോഡിൻ്റെ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഇനോർബിറ്റ് മോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ മിക്ക വീക്കെൻഡ് നമ്മൾ ഈ മോളിൽ വരും. അപ്പോൾ നമ്മുടെ അന്നത്തെ ഒരു ലൈഫ് മൊത്തം ഈ ഒരു സ്ഥലത്ത് ചുറ്റിപ്പറ്റിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇനോർബിറ്റ് മോളിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു കുറച്ച് സെക്കൻഡ്സ് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പാലം ഉള്ളത്. എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ സമയത്താണ് ഇതൊന്ന് ഇനാഗ്രേറ്റ് ചെയ്തത്. നല്ല ഭംഗിയുള്ളൊരു പാലമാണ്, ഒരുപാട് ലൈറ്റ്സ് ഒക്കെ ആയിട്ട്. ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒക്കെ സമയത്ത് ട്രൈ കളർ ലൈറ്റ് ഡിസ്പ്ലേ ഒക്കെ ഉണ്ടാവും. ഒരു ലേക്കിൻ്റെ മുകളിലായിട്ടാണ് ഈ പാലം പണിതിരിക്കുന്നത്, ദുർഗം ചെരുവ് ലേക്ക്. അപ്പോൾ നമ്മൾ അറ്റത്ത് ചെന്നിട്ട് യൂ ടേൺ എടുത്തത് വീണ്ടും തിരിച്ച് ഐക്കയിലോട്ട് തന്നെ പോകുകയാണ്. നല്ല രസമാണ് ആ പാലത്തിൽ കൂടി ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൽ കൂടെയാണ് അങ്ങോട്ട് പോയത്. ഈ ലെഫ്റ്റ് സൈഡിൽ അഞ്ചേട്ടൻ്റെ ഓഫീസുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലേ ലൈറ്റ് ഇല്ലാത്ത ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിട്ടായിരുന്നു എൻ്റെ ഓഫീസ്. അതാ നമ്മൾ ഐക്കയിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഐക്യ. നമ്മൾ താഴെ ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ആശുകുഞ്ഞ് ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഐക്യ തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു 4.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണമെന്നൊന്നും മനസ്സിലില്ലായിരുന്നു. മെയിനായിട്ടൊരു കോലണ്ടർ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മുടെ അരിപ്പയില്ലേ ചോറൊക്കെ ഊറ്റുന്നതാണ് വലുത്, അതൊരെണ്ണം വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ചെറുതാണ്. അപ്പം ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ 2 പ്രാവശ്യമായിട്ടൊക്കെ ഊറ്റേണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അപ്പോൾ ഇവിടെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസൊക്കെ വിലക്കുറവിലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ തുടങ്ങിയതാണ്. ഫെബ്രുവരിയിലും മാർച്ചിലും എനിക്ക് തോന്നുന്നു അടുത്ത മാസം കൂടെ കാണുമെന്ന് തോന്നുന്നു. ഇത് ഷോപ്പിംഗ് ബാഗ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിലെടുത്തിടാം. എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ, എന്ത് പറയണമെന്ന് അറിയാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്താണ് കിഡ്സിൻ്റെ സെക്ഷൻ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ ഒന്ന് അവിടെ പോയെന്നേ ഉള്ളൂ. ചിരിക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ളോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡ്സിൻ്റെ റൂമാണെങ്കിലും ബെഡ്റൂംസിൻ്റെ ഒക്കെ ഡിസൈൻസും അതിൻ്റെ കബോർഡ്സും കാര്യങ്ങളും കിച്ചൺ ഡിസൈനുകളും ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഒരുപാട് നടക്കണം. ഇപ്പോൾ കുഞ്ഞുമായിട്ട് അങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ്. കാരണം നമുക്ക് പെട്ടെന്ന് എക്സിറ്റ് അടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് മാപ്പ് പറയണമെങ്കിൽ ഒരുപാട് നമ്മൾ ടൈം എടുക്കും പുറത്തിറങ്ങാനായിട്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുറച്ചങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരും. എന്നിട്ട് താഴെ നമ്മൾ കിച്ചണിൻ്റെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണല്ലോ നമുക്കിന്ന് സാധനങ്ങൾ വാങ്ങാനുള്ളത്. അപ്പോൾ ഇവിടെ കുറേ ഫുഡ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്, കുറേ ഡബ്ബകളൊക്കെ ഉണ്ടായിരുന്നു, പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബേസും അതിൻ്റെ ലിഡും സെപ്പറേറ്റ് ആയിട്ടാണ് അവർ വിൽക്കുക. അപ്പോൾ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ലിഡ് ഓരോ ഈ ഡബ്ബയ്ക്കും ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ സ്റ്റീലിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാമ്പൂവിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒക്കെ നമുക്ക് അടപ്പ് ചൂസ് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള നമുക്ക് വാങ്ങിക്കാൻ പറ്റും. സെപ്പറേറ്റ് ആയിട്ടാണിത് അവർ വിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ നമ്മുടെ കോലൻഡേഴ്സൊക്കെ വെക്കുന്ന ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി വന്ന വലിയ എന്താ പറയുക വാർക്കുന്ന അരിപ്പയില്ലേ, അതിവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് നമുക്കിനി എക്സ്റ്റെൻഡ് ചെയ്ത് സിങ്കിൻ്റെ മുകളിലേക്ക് വെക്കാൻ പറ്റും, പച്ചക്കറിയൊക്കെ കഴുകാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ സെയിൽ നടക്കുന്ന കാരണം ഒരുപാട് വിലക്കുറവിലൊക്കെ കുറേ ഐറ്റംസ് കിട്ടുന്നതുകൊണ്ടും ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ കുറച്ച് ലേറ്റായിട്ടോടെ വന്നത് കാരണം തന്നെ ആൾക്കാരതെല്ലാം പരിധി നോക്കിയിട്ട് ഒരുമാതിരി കുറച്ച് അളിച്ചു വരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, അത് കാരണം ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒട്ടും അടുക്കിയൊന്നുമല്ല.
അതുപോലെ ഇവിടെ കുറച്ച് ഇവരുടെ ജാംസ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഫുഡിൻ്റെ ഐറ്റംസ് ഒന്നും കാണാറില്ല, വളരെ കുറച്ച്. അപ്പോൾ അതിലൊന്നാണ് ഈ ജാം. അതുപോലെ തന്നെ പല ഷേപ്പിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ടൈപ്പിലെ കട്ടിംഗ് ബോർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പണ്ടോട്ടേ ഉള്ളതാണ്, പക്ഷേ ഇതും സെയിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ഓഫൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കിച്ചണിലേക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ബ്രഷ്, സ്ക്രബ്ബേഴ്സ്, തൂത്തുവാരി, അങ്ങനെ ലെമൺ സ്ക്യൂസർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഓൾറെഡി അതിനൊക്കെ വില കുറവാണ്. അതിൻ്റെ കൂട്ടത്തിൽ സെയിലും ഉണ്ടായിരുന്നു. അപ്പം 100 രൂപീസിന് താഴെയായിട്ട്, 100 രൂപയ്ക്ക് താഴെ, 200 രൂപയ്ക്ക് താഴെയായിട്ടൊക്കെ ഒരുപാട് ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റുന്ന ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാം കുറച്ച് അലമ്പാക്കിയായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതായിരിക്കുന്ന ഫ്ലവർ വേസിനും ഫ്ലവേഴ്സിനും ഒക്കെ ഭയങ്കര വിലക്കുറവായിരുന്നു. എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഉള്ളത് തന്നെ വീട്ടിൽ വെക്കാൻ പറ്റുന്നില്ല. കുഞ്ഞൊന്നും വെക്കാൻ സമ്മതിക്കത്തില്ല, എല്ലാം ഇപ്പോൾ തട്ടിമ്പുറത്താണ്. എങ്കിലും ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കിച്ചൺ പ്രോഡക്ട്സിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്നിടത്ത് ലൈവ് പ്ലാന്റ്സ്, പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാൽക്കണിയിൽ സൺലൈറ്റ് കിട്ടാത്തതുകൊണ്ട് ഇതൊന്നും വെക്കാൻ പറ്റില്ല. എങ്കിലും ചുമ്മാ അവിടെ ഒന്ന് നോക്കും, ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റാറില്ല. ഐക്യയിലെ സാധനങ്ങളെല്ലാം കൂടെ കാണിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോയ്ക്ക്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൂടുതൽ ഐറ്റംസ് ഉൾപ്പെടുത്തി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഞാൻ അധികമൊന്നും ഇല്ല, കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് വീട്ടിൽ ചെന്നിട്ട് കാണാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ വാങ്ങിച്ച ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. കാരണം നമ്മൾ താഴെ ബില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, നമ്മൾ ലോക്കറിലൊക്കെ വെക്കണം. അപ്പോൾ അത് പണിയായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇനി താഴെ പോയിട്ട് ബില്ല് ചെയ്തിട്ട് വീട്ടിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് ഇവിടെ നിന്ന് നമ്മൾ തനിയെ എടുക്കണം. എല്ലാവർക്കും അറിയായിരിക്കും, ഇതുപോലെ നമ്മുടെ ട്രോളീസ് കാണും. ഇതിൽ വെക്കാനായിട്ടുള്ള ട്രേ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ക്യൂവിൽ നിന്നിട്ട് നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ എടുത്തതിൽ വെക്കാം. എന്നിട്ട് ബില്ല് ചെയ്യുന്നിടത്ത് വന്നിട്ട് ബില്ല് ചെയ്തിട്ടാണ് നമ്മൾ പിന്നീട് പോയിരുന്ന് കഴിക്കുന്നത്. കുഞ്ഞിന് പുറത്തെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, കൊടുത്താൽ കഴിക്കാറില്ലെന്ന് ഞാൻ പറയാറില്ല. പക്ഷേ പണ്ട് കുഞ്ഞ് ചെറുതായിരുന്നപ്പോൾ ഇവിടെ വരുമ്പോൾ മാത്രം ചിക്കൻ നഗറ്റ്സിൻ്റെ മുകളിലെ ആ ഒരു കോട്ടിംഗ് ഒക്കെ മാറ്റിയിട്ട് ബട്ടൻ്റെ സാഷേസ് കിട്ടും, അതിൽ മുക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. ഒരുപാടൊന്നും അല്ല കേട്ടോ, ഒരു നുള്ള്. അതിങ്ങനെ നുണഞ്ഞിരിക്കുമായിരുന്നു. അപ്പം നമ്മൾക്ക് പുറത്ത് പോയാലും ഇവിടെ നിന്ന് നമ്മൾ ഹോട്ടൽസൊന്നും പോകത്തില്ലായിരുന്നു. ഇവിടെ മാത്രം വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം അവനും ഇങ്ങനെ ഇരുന്ന് നമ്മുടെ കൂടെ നുണഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വല്ലപ്പോഴുമൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ എത്ര ഓഫർ ചെയ്താലും ഒന്നും അടുപ്പിക്കത്തുകൂടിയില്ല, വയലോട്ട് വെക്കാൻ കൂടി സമ്മതിക്കത്തില്ല. ചിക്കനൊന്നും വീട്ടിലും കഴിക്കില്ല, എവിടെയും കഴിക്കില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മളിവിടെ വെച്ചിരുന്ന നമ്മുടെ ബില്ലിയാനുള്ള ഐറ്റംസൊക്കെ എടുത്ത് നമ്മൾ താഴോട്ട് പോവുകയാണ്. താഴെയാണ് കേട്ടോ കിച്ചൻ്റെ പ്രോഡക്റ്റ്സ് ഉള്ളതും ഫ്ലവേഴ്സ് ഉള്ളതും. അതുപോലെ തന്നെ ഗോഡൗൺ പോലത്തെ ഐറ്റംസൊക്കെ വലുത് വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ തന്നെയാണ് നമ്മൾ ബില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും കുറേ ഐറ്റംസൊക്കെ വളരെ വിലക്കുറവുള്ളതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതുവരെ അധികം ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഒന്നുമില്ലാതെ ബില്ല് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വളരെ വിലക്കുറവായതുകൊണ്ട് ഞാൻ ഈ പ്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാണ് വാങ്ങിച്ചത് എനിക്ക് പോലും അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് കാണാം. ഈ ഫ്ലവർ വേസും 3 പൂക്കളുടെ തണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. ഫ്ലവർ വേസിന് 200 രൂപയാണ്. ഇത് ബ്രാസ് കളറിലും സിൽവർ കളറിലും അവൈലബിൾ ആയിരുന്നു. വിലക്കുറവായതുകൊണ്ട് ഞാൻ ചുമ്മാ വാങ്ങിച്ചാണ്. പക്ഷേ സിൽവർ വാങ്ങിച്ചാൽ മതിയെന്ന് വീട്ടിൽ വന്നപ്പോൾ തോന്നി. 200 രൂപയാണ് ഈ വേസിന്. 69 രൂപയാണ് ഓരോ ഈ പൂവിൻ്റെ തണ്ടിനും. ഇതാണ് നമ്മൾ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്ന കോലണ്ടർ. ഇത് നല്ല അത്യാവശ്യം വലുപ്പമുള്ളതാണ്. സൈസ് കൃത്യമായിട്ട് പറയാൻ എനിക്കറിയില്ല, പക്ഷെ നല്ല സൈസിന് ഉള്ള ഒരു അരിപ്പയാണ്. ഇതിൻ്റെ പ്രൈസ് 569 ആണ്. ഇതിന് ഓഫർ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇപ്പോഴത്തെ പ്രൈസ് 569 ആണ്. ഇത് പിന്നെ ഒരു സ്റ്റീൽ ബൗളാണ്. ഇതെനിക്ക് നേരത്തെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്ന ഒരു ഐറ്റമാണ്. ഇത് നമുക്ക് ഇങ്ങനെ ചിക്കനൊക്കെ കുഴയ്ക്കാനും ഒരുപാട്, ഇതിപ്പോൾ ചെറിയ സൈസിലുള്ളതാണ്. വലിയ സൈസിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സാധനങ്ങളിട്ട് കുഴയ്ക്കാനും ചപ്പാത്തി കുഴയ്ക്കാനും ഒക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് മിക്സിംഗ് ബൗളായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഹാൻഡ് ബ്ലെൻഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും സേഫായിട്ടുള്ളത് ഈ സ്റ്റീലിൽ യൂസ് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ ഷൂട്ട് ചെയ്തതായിരുന്നു. കഴിഞ്ഞ ദിവസമായിട്ട് റെസിപ്പി ഓൾറെഡി കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ചെറിയ സൈസിലുള്ളതും വലിയ സൈസിലുള്ളതും വാങ്ങിച്ചിട്ടുണ്ട്. വലിയ സൈസിന് 1000 രൂപീസാണ്, 999. ചെറിയ ബൗളിന് 300 രൂപീസാണ്. അപ്പോൾ ഇതാണ് അതിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഐറ്റം. ഇതാണ് നമ്മുടെ 99 രൂപയ്ക്ക് നമ്മൾ ലാസ്റ്റ് എടുത്ത ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ്സ്. 5-6 പ്ലേറ്റ്സ് ഉണ്ട്. ഭയങ്കര വിലക്കുറവായതുകൊണ്ട് എടുത്തതാണ്, എന്തിനെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതാ ഒരു മിൽക്ക് ഫ്രോത്തർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പതപ്പിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇത് അഞ്ചേട്ടൻ എടുത്തതാണ്. അഞ്ചേട്ടനാണ് ഇവിടെ കാപ്പി കുടിക്കുന്ന ആൾ. ഇപ്പോൾ ഇതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് കാപ്പിയില്ലായിരുന്നു, കുറച്ച് തണുത്ത ചായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിൽക്കാണല്ലോ പതയ്ക്കുന്നത്, അപ്പോൾ ചായ ആയാലും മതി. ഈ പതപ്പിച്ച് ചായ കുടിക്കുമ്പോഴും പതപ്പിക്കാതെ കുടിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് വ്യത്യാസമാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് തണുത്ത ചായ പോലും പതപ്പിച്ചെടുക്കാൻ പറ്റും. നല്ല തണുത്തൊരു ചായയാണ്. അപ്പോൾ നമുക്ക് നല്ല പതഞ്ഞ് കിട്ടും. ഭയങ്കര വിലക്കുറവാണ്, 99 രൂപയുള്ള. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം. അതുപോലെ തന്നെ ബാറ്ററി ഇടുന്നതിന് മുന്നേ യൂട്യൂബിലൊരു വീഡിയോ നോക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് പാടാണ് ബാറ്ററി ഇടാനായിട്ട്. പാടല്ല, കുറച്ച് ടെക്നിക്കുണ്ട് ബാറ്ററി ഇടാനായിട്ട്.
പിന്നെ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു ഐറ്റമാണ് ഇത് കിച്ചൺ ക്ലോത്ത്. നമ്മുടെ ടീ ടവൽസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമുക്ക് പാത്രങ്ങളൊക്കെ തുടയ്ക്കുമ്പോൾ അതിൻ്റെ ലിൻഡ് പറ്റാതെ എന്താ പറയുക കൂടെ പറ്റാതെ നമുക്ക് തുടയ്ക്കാൻ പറ്റും. പാത്രം തുടയ്ക്കാനും പാത്രം ഉണങ്ങാൻ നേരം നമുക്ക് കമിഴ്ത്തി വെക്കാനായിട്ടും പിന്നെ നമുക്ക് ടേബിൾ ക്ലോത്ത് ആയിട്ട് വേണമെങ്കിലും ഒക്കെ ഇത് യൂസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള ക്ലോത്ത്സാണ്. അപ്പോൾ ഇതിലൊരു സെറ്റിൽ 4 എണ്ണമാണ് വരുന്നത്. 4 എണ്ണത്തിനൂടെ 199 രൂപ, 200 രൂപയാണ്. എനിക്കിതിന് ഓഫർ ഉണ്ടായിരുന്നതെന്ന് ഓർമ്മയില്ല. അതുപോലെ തന്നെ ഓഫർ മാറിയും മറിഞ്ഞൊക്കെ വരും. അതിൻ്റെ സ്റ്റോക്ക് ലാസ്റ്റ് ചെയ്യുന്നവരെ ആയിരിക്കും ഓഫർ ഉണ്ടാകുക. ഇപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിക്കുകയാണെങ്കിലുള്ള പ്രൈസാണ് ഈ പറയുന്നത്. 200 റുപ്പീസാണ് ഇതിനെ ഉള്ളത്. പിന്നെ വിലക്കുറവാണെന്ന് കണ്ടപ്പോൾ വെറുതെ വാങ്ങിച്ച വേറൊരു ഐറ്റമാണ് ഈ ക്ലിയർ ഗ്ലാസിൻ്റെ വേസ്. ഇതിന് 99 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഗ്രേറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 299, 300 റുപ്പീസിൻ്റെ ഗ്രേറ്ററാണ്. ഇതിനും ഓഫർ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല. പിന്നെ നമുക്ക് കുറച്ച് ഹാൻഡ് ടവൽസ്, ഇതിന് വാഷ് ക്ലോത്ത്സ് എന്നാണ് പറയുന്നത്. ഇതിലൊരു പാക്കിൽ 10 എണ്ണം ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള, ഞാൻ ഇതിന് മുന്നേ എൻ്റെ ഗ്രേ കളറിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ക്ലോത്താണിത്. കൈ തുടയ്ക്കാനാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ തുടയ്ക്കാനായിട്ടും നമ്മുടെ തോളത്തിടാനായിട്ടൊക്കെ യൂസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. ഇത് നമുക്ക് പാക്ക് ഓഫ് 4 ഒക്കെ അവൈലബിൾ ആണ്. ഇതിന് 299 റുപ്പീസാണ്. 300 റുപ്പീസിന് നമുക്കിത് അവൈലബിൾ ആണ്. ഇതിൽ ഹുക്സിൽ ഹാങ് ചെയ്യാനായിട്ടുള്ള ഒരു കൊളുത്ത് പോലെ തുണി വെച്ച് തയ്ച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ കൈക്കിൽ നിന്ന് മേടിക്കുന്ന മിക്ക ടവൽസിനും കാണും അത്. പിന്നെ ഇതാ ഒരു കെട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ നമ്മുടെ കവേഴ്സൊക്കെ പൊട്ടിക്കുമ്പോൾ നമുക്ക് സീലിംഗ് ക്ലിപ്സ് ആണിത്. റബ്ബർ ബാൻഡിന് വരെ യൂസ് ചെയ്യാം. ഇതിന് 10 എണ്ണത്തിന് 79 രൂപയാണ്, 79 റുപ്പീസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഐക്കിയയിൽ നിന്ന് ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഐറ്റംസ്. അപ്പോൾ ഇത് കൂടാതെ ഞാൻ കുറച്ച് കുക്ക്വെയർസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് അങ്ങനെ കുക്ക്വെയർസ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉള്ളതിലൊക്കെ തന്നെയാണ് ഇത്ര നാൾ കുക്ക് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ മയറിൻ്റെ ഒരു സെറ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കി വെച്ചത് ബ്ലാക്ക് കളറിലെ സെറ്റാണ്. പക്ഷേ ഞാൻ വാങ്ങിയത് ആക്സൻ സീരീസിൻ്റെ കളർഫുൾ ആയിട്ടുള്ള സെറ്റാണ്. ഇത് വാങ്ങാൻ കാരണം എനിക്ക് പെട്ടെന്ന് ഡെലിവറായി കിട്ടണമായിരുന്നു. ബ്ലാക്ക് കളർ പെട്ടെന്ന് ഡെലിവർ ആവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ കളറുള്ളത് വാങ്ങിയത്. രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. മയറിൻ്റെ ആക്സൻ സീരീസ് നോൺ സ്റ്റിക്ക് സെറ്റാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൽ നോൺ സ്റ്റിക്ക് മാത്രമല്ല സ്റ്റെയിൻലെസ് സ്റ്റീലും ഒക്കെ പാത്രമുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് 4 എണ്ണത്തിനൂടെ 2 അടപ്പാണ് വരുന്നത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഉടനെ പറയാം. നമ്മൾ ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ സോസ് പാനാണ് ഏറ്റവും ചെറുത്. ഇതിൻ്റെയൊക്കെ സൈസ് ഞാൻ കൃത്യമായിട്ട് പറയാം. ഈ സോസ് പാൻ കൂടാതെ പിന്നെ ഒരു പോട്ടുണ്ട്. ഈ പോട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. സോസ് പാൻ നോൺ സ്റ്റിക്ക് ആയിരുന്നു. പിന്നെ അതിനെക്കാട്ടി വലിയ സൈസിലുള്ളൊരു ഷെഫ്സ് പാനുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും വേണ്ടിയിരുന്ന ഒരു ഐറ്റം. അത് ഞാൻ കാരണം എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെക്കുമ്പം അതിൻ്റെ നടുക്കായിട്ട് നോൺ സ്റ്റിക്കിൽ സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഈ ഒരു പാഡ് വെക്കുന്നത്. അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡ്സൊക്കെ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് എത്ര ഡ്യൂറബിൾ ആണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ 4 പാനാണുള്ളത്. 4നും കൂടി 2 ലിഡാണെന്നുള്ളത്. ഇങ്ങനെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പല സൈസിലുള്ള പാൻസിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ പറയാം. അപ്പോൾ ഏറ്റവും ചെറിയെന്ന് പറയുന്നത് 6 ഇഞ്ചിൻ്റെ ഈ സോസ് പാനാണ്. നല്ല കനമുള്ള പാത്രമാണ് കേട്ടോ. അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. ബേസൊക്കെ നല്ല കനമുള്ളതാണ്. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബ്ലാക്ക് കളറിലാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഹാർഡ് അനലൈസ്ഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് 8 ഇഞ്ചിൻ്റെ ഒരു പോട്ടാണ്. ഇത് നമ്മുടെ പാലൊക്കെ തിളപ്പിക്കുമ്പോൾ അവർ അധികം തൂകി പോകില്ല ഈ ഡിസൈൻ കാരണം എന്നാണ് പറയുന്നത്. ഷേപ്പ് കുറച്ചൊരു വ്യത്യാസമുണ്ട്. അപ്പം നല്ല ഹൈറ്റുള്ള, നല്ല കനമുള്ള, അടിയൊക്കെ നല്ല ബേസ് കനമുള്ള ഒരു പാത്രമാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ. അപ്പോൾ ഇതിന് രണ്ടിനോട് 1 ലിഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് കൂടാതെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാത്രമാണ് ഈ ഷെഫ് പാൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ട് ഈ പാൻ. അപ്പോൾ നമ്മൾ ഈ തിളയ്ക്കുമ്പോൾ തെറിക്കുന്ന ഗ്രേവീസൊക്കെ ഇല്ല, തിക്കായിട്ടുള്ള, അതൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയൊരു പാത്രമാണ്. ഇതിൻ്റെ സൈസ് 10.4 ഇഞ്ചാണ്, 10.25 ഇഞ്ച്. ഇതും നോൺ സ്റ്റിക്കാണ്. ഇനി ഇതിലെ ഏറ്റവും വലിയ പാത്രം 11 ഇഞ്ചിൻ്റെ ഈ പാനാണ്. നല്ല സൈസുള്ളൊരു പാനാണ്. ഇതിനും നല്ല ബേസൊക്കെ നല്ല കനമുള്ള പാത്രം തന്നെയാണ്. ഇതും നോൺ സ്റ്റിക്കാണ്. ഇതൊരു ഫ്രൈയിങ് പാനാണ്. ഇതിൻ്റെ കളേഴ്സ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ യെല്ലോ മുതൽ റെഡ് വരെയാണ്. യെല്ലോ, പിന്നെ കുറച്ച് ഡാർക്ക് യെല്ലോ, പിന്നെ ഓറഞ്ച്, പിന്നെ ഒരു റെഡ് പാൻ. നല്ല രസമാണ് ഇത് കാണാനായിട്ടെല്ലാം കൂടി. അപ്പോൾ ഇതിന് എല്ലാത്തിനും കൂടി 2 ലിഡാണുള്ളത്. ഈ ലിഡ് എന്ന് പറയുന്ന ചെറിയ സൈസിലുള്ള ലിഡ് 6ഉം 7ഉം 8ഉം ഇഞ്ചിലുള്ള പാൻസിനൊക്കെ സ്യൂട്ടാവും. അപ്പോൾ ഈ സെറ്റിലില്ലാത്ത 7 ഇഞ്ചിൻ്റെ പാന് നമുക്ക് ഈ ലിഡ് യൂസ് ചെയ്യാവുന്നതാണ്. വലിയ സൈസിലുള്ള ലിഡ് 9.5, 9.5 ഇഞ്ച്, 10.4 ഇഞ്ച്, 11 ഇഞ്ച് ഒക്കെയുള്ള പാന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ പാനിൽ 10.25, 11 ആണുള്ളത്. ഇത് രണ്ടിനും ഇത് സ്യൂട്ടാവും. ഇത് കൂടാതെ 9.5 ഉള്ള കുറച്ചുകൂടെ ചെറിയ സൈസിലുള്ള പാനും ഈ ലിഡ് യൂസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. ഈ മയറിൻ്റെ നോൺ സ്റ്റിക്ക് പാൻ എത്ര ഡ്യൂറബിൾ ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയർ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. നമ്മുടെ കയ്യിലുള്ള കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളൊക്കെ ഏത് ബ്രാൻഡാണെന്ന് നിങ്ങൾ ചോദിക്കാറില്ല. അതെല്ലാം മയർ ബ്രാൻഡിൻ്റെ കാസ്റ്റ് അയൺ പാത്രങ്ങളാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ മയർ എന്ന് പറയുന്ന ഒരു US ബേസ്ഡ് ബ്രാൻഡാണ്. US ഏറ്റവും വലിയ കുക്ക്വെയർ ഡിസ്ട്രിബ്യൂട്ടറാണ് മയർ എന്നാണ് പറയുന്നത്, വേൾഡിലെ സെക്കൻഡ്. അപ്പോൾ ഇനിഷ്യൽ യൂസിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര നാൾ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ തീർച്ചയില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിച്ച് നോക്കുക. ഇതിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പോട്ട്സ് ആൻഡ് പാൻസിലെ ലിങ്ക് ഞാൻ പ്രോഡക്റ്റ് ടാഗിലും കൊടുക്കാം. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കൂടാതെ ഞാൻ വാങ്ങിച്ച വേറൊരു ഐറ്റമാണ് ഈ ഒരു ഹാൻഡ് ബ്ലെൻഡർ സെറ്റ്. ഇതിൽ ചോപ്പറും ബ്ലെൻഡറും ഒക്കെ ഉണ്ട്. ഇനാൽസ എന്നാണെന്ന് തോന്നുന്നത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇനാൽസ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചത്. 1000 വാട്ടാണ് ഇതിൻ്റെ പവർ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ജസ്റ്റ് ഓടിച്ചിട്ട് ഇതെങ്ങനെയൊക്കെയാണെന്നുള്ളതെന്ന് പറഞ്ഞു തരാം, എന്തൊക്കെ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടെന്നൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം കാണിച്ചിട്ടുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ വന്ന് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിലൊരു വിസ്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ട്, പിന്നെ ഒരു ബ്ലെൻഡറിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. ഇതുകൂടാതെ നമുക്കിതിലൊരു ചോപ്പർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം നമുക്ക് ഇതിൻ്റെ മെയിൻ പാർട്ടിലോട്ട് ജസ്റ്റ് കൈവച്ച് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു സൗണ്ട് വെക്കും ഇങ്ങനെ ക്ലിപ്പായി കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ചോപ്പർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ഉള്ളിയൊക്കെ അരിയാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ജസ്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ക്ലിപ്പായിട്ടിരുന്നോളൂ. ഇതുപോലെ തന്നെ നമുക്ക് വിസ്കും അറ്റാച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും മുട്ട അടിക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിത് പവറിൽ കുത്തിയിട്ട് ഇതാ ഇവിടെ 2 സ്വിച്ച് ഉണ്ട്. 2 പവറിൽ ഇത് കറങ്ങുന്നതായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു സ്വിച്ച് ഉണ്ട്. ഇവിടെ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഊരിയെടുക്കാൻ പറ്റും. അവിടോട്ട് ജസ്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ബ്ലെൻഡർ. ഇത് നമുക്ക് പ്യൂരി ആക്കാനും പിന്നെ സ്മൂത്തീസ് ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് അവർ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടംബ്ലറും എടുത്തിട്ടുണ്ട്. ഇതിൽ വെച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബൗൾസിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിയിലൊക്കെ അടിക്കുമ്പോൾ അത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇതാവുമ്പോൾ നമുക്ക് ചൂടോടുകൂടി തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് വേണമെങ്കിലും ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മടിക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.